നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ലോകത്തെ പലവട്ടം ഭീതിയിലാഴ്ത്തിയ അത്യന്തം അപകടകാരിയായ വൈറസ് എബോള. വീണ്ടും അതേ വൈറസിന്റെ ഭീഷണിയിലാണ് ഇന്ന് ലോകം. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോങ്കോയിലും യുഗാണ്ടയിലും ദക്ഷിണ സുഡാനിലും പടർന്നു പിടിക്കുകയാണ് എബോള. ഇതുവരെ 130-ലേറെ പേർ മരിച്ചു, 600-ലേറെ പേർക്ക് രോഗബാധിതരായി ഉണ്ട്. എബോളയുടെ അത്യപൂർവ വകഭേദമായി ശാസ്ത്രലോകം കണക്കാക്കുന്ന ബുൻഡി ബുഗ്യോ വകഭേദമാണ് നിലവിലെ വില്ലൻ. കൃത്യമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ഇല്ല എന്നത് ഈ വകഭേദത്തെ കൂടുതൽ അപകടകാരിയാക്കുന്നു. ലോകം ഒന്നാകെ അടച്ചിടേണ്ടി വന്ന കോവിഡിന് സമാനമായ മറ്റൊരു മഹാമാരിയായി എബോള മാറുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. മെയ് 17-ന് ലോകാരോഗ്യ സംഘടന രാജ്യാന്തര പ്രാധാന്യമുള്ള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആഫ്രിക്കയിൽ പടരുന്ന എബോളയെ ഇന്ത്യ എത്രമാത്രം പേടിക്കേണ്ടതുണ്ട്? 1976-ൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് എബോള വൈറസ് മൂലമുള്ള രോഗവ്യാപനം ആദ്യമായി കണ്ടെത്തുന്നത്. എബോള നദിയുടെ തീരപ്രദേശത്താണ് വൈറസ് മനുഷ്യരിലേക്ക് പകർന്നതെന്ന് കരുതുന്നു. ഫിലോവിരിഡെ കുടുംബത്തിലെ ഓർത്തോ എബോള വൈറസ് ജനുസിൽപ്പെട്ട വൈറസുകൾ മൂലമാണ് രോഗം ഉണ്ടാകുന്നത്. വന്യജീവികളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നതായാണ് കണക്കാക്കുന്നത്. ആഫ്രിക്കൻ പഴംതീനി വവ്വാലുകൾ, കുരങ്ങുകൾ തുടങ്ങിയ വനത്തിലെ സസ്തനികൾ വഴി വൈറസ് മനുഷ്യരിലേക്ക് എത്തി. ഇവയുടെ രക്തം, വിസർജ്യം എന്നിവയുടെ സ്പർശനത്തിലൂടെ രോഗാണുക്കൾ മനുഷ്യരിലേക്ക് പകരാറുണ്ട്. ശരിയായി പാകം ചെയ്യാത്ത അവയുടെ മാംസം ഭക്ഷിക്കുന്നതിലൂടെയും വൈറസ് മനുഷ്യരിലേക്ക് പിടിപെടാം. രോഗബാധിതരുടെയോ രോഗം മൂലം മരിച്ചവരുടെയോ രക്തത്തിലൂടെയോ വിസർജ്യത്തിലൂടെയോ മറ്റ് സ്രവങ്ങളിലൂടെയോ ഒക്കെ വളരെ വേഗത്തിൽ രോഗം പടരുന്നുണ്ട്. അതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ശരിയായ മുൻകരുതലുകൾ നടപടി സ്വീകരിക്കുക എന്നതാണ് പ്രധാനം. രോഗബാധിതരായ മനുഷ്യരിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് രോഗം അതിവേഗം പകരുന്നത്. രോഗം ബാധിച്ചയാളുടെ രക്തം, സ്രവം എന്നിവയിലൂടെയാണ് രോഗം പകരുക. രോഗിയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും രോഗിയുടെ സ്രവങ്ങൾ ഉൾപ്പെട്ട സ്ഥലങ്ങൾ, വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ മുഖേനയും രോഗം മറ്റൊരാളിലേക്ക് എത്തിച്ചേരാറുണ്ട്. നാളിന്നുവരെ എബോളയുടെ 6 വകഭേദങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിലെ ഏറ്റവും വിനാശകാരിയാണ് ബുൻഡി ബുഗ്യോ എന്നുള്ള വകഭേദം. വാക്സിൻ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഈ വൈറസ് വകഭേദത്തെ നേരിടാനുള്ള പ്രധാന വെല്ലുവിളി. വൈറസ് പിടിപെട്ടാൽ ആ രോഗി നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ട ചികിത്സ മാത്രം നൽകാനേ മെഡിക്കൽ സയൻസിന് തൽക്കാലം സാധിക്കുകയുള്ളൂ. പുതിയ വൈറസിനെതിരെ വാക്സിൻ കണ്ടെത്താൻ ചുരുങ്ങിയത് 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത്. ക്ലിനിക്കൽ ട്രയലുകൾ കഴിഞ്ഞ് ഫലപ്രദമായ വാക്സിൻ കണ്ടെത്തുന്ന കാലത്തോളം ബുൻഡി ബുഗ്യോ മനുഷ്യന് അതീവ അപകടകാരിയായി തുടർന്നേക്കാം. ഇക്കഴിഞ്ഞ ഏപ്രിൽ അവസാനത്തോടെ കോങ്കോയിലെ ഇറ്റൂരി പ്രവിശ്യയിലാണ് ബുൻഡി ബുഗ്യോ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. 1976-ൽ എബോള ആദ്യമായി തിരിച്ചറിഞ്ഞതിനു ശേഷം കോങ്കോയിലെ 17ാമത്തെ രോഗബാധയായിരുന്നു ഇത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലും കോങ്കോയിൽ എബോള വ്യാപനമുണ്ടായി. അന്ന് 34 പേർക്ക് ജീവൻ നഷ്ടമായി. 2018 മുതൽ 20 വരെയുള്ള കാലത്ത് എബോള ബാധിച്ച് 2300 പേരും കോങ്കോയിൽ മരിച്ചിട്ടുണ്ട്. അന്ന് പടർന്ന വൈറസ് വകഭേദത്തിന് വാക്സിൻ ഉള്ളതിനാൽ രോഗവ്യാപനം നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ സാധിച്ചു. ആഫ്രിക്കയിൽ എബോള ഏറ്റവും മാരകമായി പടർന്നു പിടിച്ച 2014-16 കാലഘട്ടത്തിൽ 28,000-ത്തിലധികം പേർക്ക് രോഗം ബാധിച്ചിരുന്നു. അന്ന് മരണപ്പെട്ടവർ 10,000-ത്തിലേറെയാണ്. ഗിനിയിൽ തുടങ്ങിയ രോഗം അയൽ രാജ്യങ്ങളായ സിയറ ലിയോൺ, ലൈബീരിയ എന്നിവിടങ്ങളിലേക്ക് അതിവേഗം പടർന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. തുടർന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് പുറത്തുള്ള രാജ്യങ്ങളിലേക്കും രോഗവ്യാപനം കണ്ടെത്തി. 2016-ൽ രോഗവ്യാപനം അവസാനിച്ചതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിക്കുമ്പോൾ 28,600 ആളുകൾ രോഗബാധിതരാവുകയും 11,325 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു. എബോള രോഗത്തിന്റെ ശരാശരി മരണനിരക്ക് ഏകദേശം 50%. കണ്ടെത്തിയിട്ടുള്ളവയിൽ എബോള വൈറസ്, സുഡാൻ വൈറസ്, ബുൻഡി ബുഗ്യോ വൈറസ് എന്നിങ്ങനെ 3 ഇനം വകഭേദങ്ങളാണ് വലിയ വ്യാപനങ്ങൾക്ക് കാരണമാകുന്നത്. ഇതിൽ എബോള വൈറസിനെ പ്രതിരോധിക്കാനുള്ള 2 വാക്സിനുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ബുൻഡി ബുഗ്യോ വൈറസാണ് നിലവിൽ കടുത്ത ഭീഷണി ഉയർത്തുന്നത്. ഇതിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ ഇനിയും ലഭ്യമായിട്ടില്ല എന്നതിനാൽ രോഗവ്യാപനം തടയാനുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 2014-16 കാലഘട്ടത്തേക്കാൾ മാരകമായ വകഭേദമാണ് നിലവിൽ പടരുന്നത് എന്നതിനാലാണ് ലോകരാജ്യങ്ങൾ അതീവ ഗൗരവത്തോടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. ആഫ്രിക്കയിൽ മുമ്പ് 2 തവണ ബുൻഡി ബുഗ്യോ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇത്ര മാരകമായി വൈറസ് സ്പ്രെഡ് ആയിരുന്നില്ല.
പെട്ടെന്നുള്ള ശക്തമായ പനി, തൊണ്ടവേദന, പേശിവേദന, തളർച്ച, ഛർദി, വയറിളക്കം തുടങ്ങിയവയാണ് എബോളയുടെ പ്രധാന ലക്ഷണങ്ങൾ. രോഗബാധിതരിൽ ചിലരിൽ ആന്തരികമോ ബാഹ്യമോ ആയ രക്തസ്രാവം ഉണ്ടാകാം. എബോളയുടെ ഏറ്റവും ഭയാനകമായ സാഹചര്യവും ഇതാണ്. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ 2 ദിവസം മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. ഈ കാലയളവിൽ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരില്ല. ആദ്യ ലക്ഷണം കടുത്ത പനിയാണ്. തുടർന്ന് രോഗികൾ ക്ഷീണിച്ച് അവശരാകും. തൊണ്ടവേദന, തലവേദന, വിശപ്പില്ലായ്മ, ഛർദി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഒപ്പം ഉണ്ടാകും. താരതമ്യേന ആരോഗ്യമുള്ളവരിൽ രോഗാവസ്ഥ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തനിയെ മാറിയേക്കാം. എന്നാൽ ചിലരിലാകട്ടെ ഗുരുതരമായ രക്തസ്രാവം ഉണ്ടാകാം. ഇത്തരക്കാരിൽ ക്രമേണ കരൾ, വൃക്ക തുടങ്ങിയ അവയവങ്ങളുടെ തകരാറ് മൂലം മരണം വരെ സംഭവിക്കാം. രോഗിയുടെ ശരീരസ്രവങ്ങളിലൂടെ അടുത്ത സമ്പർക്കമുള്ളവരിലേക്കാണ് മിക്കപ്പോഴും രോഗം ആദ്യം പടരുന്നത്. രോഗി ഉപയോഗിച്ച മലിനമായ വസ്തുക്കൾ വഴിയും രോഗം പടരാം. 50% മുതൽ 90% വരെയാണ് എബോളയുടെ മരണനിരക്ക് എന്നതും ആശങ്ക ഉയർത്തുന്നു. പക്ഷേ കോവിഡ് പോലെ വായുവിലൂടെ എബോള പടരില്ല എന്നതാണ് ഈ വൈറസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യം. കോൺടാക്ട് ട്രേസിംഗ്, രോഗികൾക്ക് കൃത്യമായ ക്വാറന്റീൻ, ഐസൊലേഷൻ, സമ്പർക്ക വിലക്ക് ഉൾപ്പെടെയുള്ള രോഗപ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ പറ്റിയാൽ വൈറസ് പടരുന്നത് നിയന്ത്രിക്കാനാകും. എത്രയും വേഗത്തിൽ വാക്സിൻ കൂടി കണ്ടെത്തിയാൽ മാത്രമേ ഈ പകർച്ചവ്യാധിയെയും മറികടക്കാൻ ശാസ്ത്രലോകത്തിന് സാധിക്കൂ. കോങ്കോയിൽ മാത്രം 680 മുകളിൽ എബോള കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 160-ലധികം പേർ രോഗം ബാധിച്ചു മരിച്ചു. ലോകാരോഗ്യ സംഘടന നൽകുന്ന വിവരമനുസരിച്ച് മാരകമായ ബുദ്ധിബുഗ്യോ വൈറസ് തന്നെയാണ് രോഗവ്യാപനത്തിന് കാരണം. കോങ്കോയുടെയും യുഗാണ്ടയുടെയും അതിർത്തി പ്രദേശമാണ് രോഗം ആദ്യം പുറപ്പെട്ട ഇറ്റൂരി. ഇത് 2 രാജ്യങ്ങളിലും രോഗം ബാധിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു. ഇവിടെ സായുധ വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര പോരാട്ടവും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. രാജ്യത്തെ മറ്റൊരു പ്രവിശ്യയായ ബുനിയയിലും രോഗം കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലും ചിലർക്ക് എബോള സ്ഥിരീകരിച്ചു. മരണവും റിപ്പോർട്ട് ചെയ്തു. അസുഖബാധിതർ കോങ്കോയിൽ നിന്നെത്തിയവരാണ്. നിലവിലെ അതീവ അപകടകരമായ സാഹചര്യം കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. കോങ്കോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ നിന്ന് രാജ്യത്തെത്തുന്നവരെ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയരാക്കുന്നുണ്ട്. എബോള രോഗമുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ ഒരാളുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസിനു മുൻപ് ആരോഗ്യ ഡെസ്കിൽ അറിയിക്കണം. ഈ രാജ്യങ്ങളിൽ നിന്ന് യാത്ര കഴിഞ്ഞെത്തി 21 ദിവസത്തിനകം ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട്. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വന്നവർക്ക് 21 ദിവസത്തെ നിരീക്ഷണം ഏർപ്പെടുത്താൻ സംസ്ഥാന ആരോഗ്യ വകുപ്പും തീരുമാനിച്ചു. കോങ്കോയിൽ കണ്ടെത്തിയ എബോള രോഗബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന രാജ്യാന്തര പ്രാധാന്യമുള്ള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. രോഗവ്യാപനം തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അടിയന്തര ഫണ്ടിൽ നിന്ന് $5 ലക്ഷം ലോകാരോഗ്യ സംഘടന നീക്കിവച്ചിട്ടുണ്ട്. ലാബ് പരിശോധനയിൽ സ്ഥിരീകരിച്ചതിലും കൂടുതൽ രോഗബാധിതർ ഉണ്ടെന്ന സംശയം, രോഗബാധ സംശയിക്കുന്ന ലക്ഷണങ്ങളോടുകൂടിയ കേസുകളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നത്, രോഗം പൊട്ടിപ്പുറപ്പെട്ടത് 2 രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശമായതിനാൽ ഇരു രാജ്യങ്ങളിലേക്കും അതിവേഗം വ്യാപനത്തിനുള്ള സാധ്യത, രോഗം ബാധിച്ച് പ്രവിശ്യകളിലെ ഉയർന്ന ജനസംഖ്യ, ഇവിടെ പലയിടത്തായി രോഗം കണ്ടെത്തിയത്, നിലവിൽ രോഗവ്യാപനം നടത്തുന്ന വകഭേദത്തിനുള്ള വാക്സിൻ ലഭ്യമാകാത്തതും, ക്വാറന്റീൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഫലപ്രദമാക്കാൻ ഉള്ള താമസവും എബോള വ്യാപനത്തിന് കാരണമാകുന്നു. എബോള വൈറസ് വ്യാപന മുന്നറിയിപ്പിനെ തുടർന്ന് സർക്കാരും മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിദേശത്തു നിന്ന് വരുന്ന രോഗലക്ഷണങ്ങളുള്ളവർക്ക് ഐസൊലേഷൻ സംവിധാനങ്ങൾ ഒരുക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം സ്ക്രീനിംഗ് നടത്തും. എയർപോർട്ട് ഹെൽത്ത് ഓഫീസറുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ തീരുമാനമായി. വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവേലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. രാജ്യാന്തര യാത്രക്കാർ ഇമിഗ്രേഷൻ വിഭാഗത്തിന് സെൽഫ് ഡിക്ലറേഷൻ ഫോം സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യയിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. കോങ്കോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ നിന്ന് രാജ്യത്തെത്തുന്നവരെ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയരാക്കുന്നുണ്ട്. എബോള രോഗമുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ ആളുടെ സ്രവങ്ങളുമായി
നേരിട്ട് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസിനു മുമ്പ് ആരോഗ്യ ഡെസ്കിൽ അറിയിക്കേണ്ടതാണ്.